ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് പ്രത്യേക അന്വേഷണ സംഘം. കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരെ നേരിൽ കാണാനാണ് SITയുടെ തീരുമാനം. പരാതിയിൽ ഉറച്ചുനിന്നാൽ FIR രജിസ്റ്റർ ചെയ്യും. പോക്സോ കേസിന്റെ സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വിശദമായി പരിശോധിക്കുന്നതിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് മൊഴി നൽകിയവർ തന്നെയാണ്. അതിൽ അവരുടെ ഒരു പരാതി വരുമോ എന്നുള്ളത് തന്നെയാണ്. എത്രത്തോളം സാധ്യതയുണ്ട് ഈ പരാതിയിൽ ഉറച്ചു നിൽക്കാൻ? അത് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ചില പരാതികൾ വന്നിരുന്നുവെങ്കിൽ പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി നൽകിയവരുടെ പരാതികൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. അതെങ്ങനെയായിരിക്കും ഈ ഒരു കേസിൽ മുന്നോട്ട് പോവുക? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ മാസം 19 ഉച്ചയ്ക്കാണ് പുറത്തു വന്നത്. വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് പുറത്തുവന്ന ആ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അന്വേഷണ സംഘം ആ റിപ്പോർട്ട് വളരെ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞു. അതിനിടയിൽ തന്നെ ഈ മൊഴി നൽകിയ പലരെയും ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ഇനി നേരിൽ കണ്ട് അവർ മൊഴി രേഖപ്പെടുത്തുമോ, ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ, പരാതിയുമായി മുന്നോട്ട് പോകുമോ എന്ന കാര്യം പരിശോധിക്കും. അതിനപ്പുറത്തേക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ പോക്സോ കേസ് എടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നത് അന്വേഷണ സംഘം പരിശോധിക്കുന്നു എന്നതാണ്. കാരണം ഈ പീഡനത്തിനിരയായവർ ആ സമയത്ത് പീഡനത്തിനിരയാകുന്ന ഘട്ടത്തിൽ അതിക്രമത്തിനിരയാകുമ്പോൾ അവർക്ക് അവരുടെ പ്രായം എത്രയാണെന്ന് പരിശോധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്വമേധയാ അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്യും. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. സ്വാഭാവികമായും അവർക്ക് മൊഴി നൽകേണ്ടതില്ല. മൊഴിയില്ലെങ്കിലും പരാതിയിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ പോലും പോക്സോ കേസുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടി വരും. ആ കാര്യങ്ങളാണ് വളരെ വിശദമായി ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും മൊഴി നൽകിയ 56 പേർ, ആ 56 പേരിൽ അതിക്രമത്തിന് ഇരയായവരെയാണ് അന്വേഷണ സംഘം ബന്ധപ്പെടുന്നത്. അവരെയാണ് നേരിൽ കാണുക. എല്ലാവരെയും നേരിൽ കാണുന്നില്ല. ഈ അതിക്രമം നേരിട്ടവരെ മാത്രം നേരിൽ കാണും. അതിൽ ടെലിഫോണിൽ പലരുമായും സംസാരിച്ചു കഴിഞ്ഞു അന്വേഷണ സംഘം. ഇനി അങ്ങോട്ട്, കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച ഒരു സാഹചര്യത്തിൽ, അത് പരിശോധിച്ച് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി അതിൻ്റെ നിയമസാധ്യത എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഹൈക്കോടതിയിൽ രേഖാമൂലം തന്നെ മറുപടി നൽകേണ്ടി വരും. അതുകൊണ്ട് ഈ പരാതിക്കാരുടെ നിലപാട്, മൊഴി നൽകിയവരുടെ നിലപാട് കൂടി പരിശോധിക്കുന്നതാണ്.